ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് 2 ദിവസത്തേക്ക് ഞാൻ വീഡിയോ ഇടണ്ടെന്നൊക്കെ വിചാരിച്ചതാണ്. ഓക്കെ, ഓണമൊക്കെ അല്ലേ. പക്ഷേ അപ്പോൾ ഇന്ന് തിരുവോണത്തിൻ്റെ സദ്യ കഴിച്ചിട്ട് ഒന്ന് കിടന്നങ്ങ് മയങ്ങിപ്പോയി, ഉറങ്ങിപ്പോയി. അറിയാമല്ലോ, നമ്മുടെ ഓണസദ്യ എന്നൊക്കെ പറയുന്നത് പായസമൊക്കെ കൂട്ടിയുള്ള സദ്യയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒന്ന് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ക്ഷീണം വന്നു, സുഖമായിട്ടൊന്ന് ഉറങ്ങി. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് വന്നപ്പോൾ തോന്നിയാണൊരു വീഡിയോ ഇട്ടേക്കാം എന്ന് കരുതി. ഓണമൊക്കെ എൻ്റെ ഒരു വീഡിയോ ഇരിക്കട്ടെ എന്ന് കരുതി. അപ്പം അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടാമെന്ന് വെച്ചത്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഒരു വർക്കൗട്ട് വീഡിയോ ആണ്. അപ്പം വർക്കൗട്ട് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ അഖാഡ താരങ്ങളൊക്കെ ചെയ്യുന്ന വർക്കൗട്ടുകളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് അതാണൊക്കെ തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഗുണകരമാകുന്ന ഒരു വർക്കൗട്ട് സിസ്റ്റം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളിത് ഒരു 2 മാസത്തോളം നിങ്ങൾ തുടർച്ചയായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വർക്കൗട്ട് കൊണ്ട് വളരെയേറെ ബെനിഫിറ്റ് ഉണ്ടാവും. ഇത് അഖാഡ വർക്കൗട്ട് തന്നെയാണ്, ട്രഡീഷണൽ വർക്കൗട്ട് തന്നെയാണ്. അപ്പം ഇത് നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനം ലഭിക്കുന്ന വർക്കൗട്ടാണ്. നിങ്ങളുടെ സ്റ്റാമിന കൂട്ടും, നിങ്ങളുടെ എൻട്രൻസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മസിൽ ബിൽഡിങ്ങിനായിട്ടും ചെയ്യാവുന്ന വർക്കൗട്ട് തന്നെയാണ്. സൂപ്പർ വർക്കൗട്ടുകളാണ്. നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ ഒരു ഓണാശംസകൾ പറയുകയാണ്. അപ്പം നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് നേരെ വർക്കൗട്ട് വീഡിയോയിലോട്ട് പോകാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ വർക്കൗട്ടിലോട്ട് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മുടെ പഴയ ഗുസ്തി താരങ്ങളും ഒക്കെ അഖാഡകളിലും കളരികളിലൊക്കെ ചെയ്യുന്ന വർക്കൗട്ടുകളാണ്. നിങ്ങൾക്ക് നല്ല സ്റ്റാമിനയും നല്ല എൻഡറൻസ്, നിങ്ങൾക്ക് നല്ല മസിൽ പവർ, നിങ്ങളുടെ ബോഡിക്ക് ഫുള്ളായിട്ട് നല്ല പ്രയോജനം തരുന്ന വർക്കൗട്ടാണ്. നിങ്ങൾ 1 മണിക്കൂർ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നതിനേക്കാട്ടിയും ഗുണം തരും ഏകദേശം ഒരു 10-20 മിനിറ്റ് ഈ വർക്കൗട്ടുകൾ ചെയ്താൽ തന്നെ. എന്നും പറഞ്ഞാൽ ഞാൻ ജിമ്മിനെ കുറ്റപ്പെടുത്തുമല്ല. ജിം വർക്കൗട്ടുകളൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക. പക്ഷേ അതിനൊപ്പം നിങ്ങളും കൂടെ ഉൾപ്പെടുത്തുവാണെങ്കിൽ, നിങ്ങളുടെ വർക്കൗട്ട് റൊട്ടീൻ ഉൾപ്പെടുത്തുവാണെങ്കിൽ വളരെ നന്നായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട്. ഇത് ഇതിനൊക്കെ ഓരോ പേരുകളുണ്ട്. ഈ അഖാഡ ഭാഷയിൽ ഓരോ പേരുകളുള്ളതാണ്. അപ്പം ഇത് ഒരു ദണ്ടാണ്. അവർ എല്ലാത്തിനും ഈ ദണ്ട് എന്നാണ് അവർ പറയുന്നത് ഓരോ വർക്കൗട്ടിനും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ്, ഇതാണ് നമ്മുടെ നോർമൽ ദണ്ടാണത്. ആദ്യം നമ്മൾ ചെയ്ത വർക്കൗട്ട് എന്ന് പറയുന്നത് സാധാരണ ദണ്ട്. അപ്പം ഇത് രണ്ടാമത്തെയാണ്. അപ്പം നിങ്ങൾ ഈ വർക്കൗട്ടുകൾ, നിങ്ങൾക്ക് ഇതിന് എണ്ണമൊന്നുമില്ല. നിങ്ങളെ കൊണ്ട് എത്ര ചെയ്യാൻ പറ്റുന്നോ അത്രയും നിങ്ങൾ ചെയ്യുക. 100, 200, 50, 30 എത്രയെന്ന് വെച്ചാൽ അത്രയും നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് അത്രത്തോളം ബെനിഫിഷ്യലാണ്. നിങ്ങളുടെ ഫുള്ള് ബോഡിക്കും വളരെയേറെ ഗുണം തരുന്ന വർക്കൗട്ടുകളാണിത്. ഓക്കെ, ഇത് സപ്പാട്ട എന്നാണ് ഇതിനവർ പറയുന്നത്. ഇത് നമ്മുടെ ഇംഗ്ലീഷിൽ ഇതിന് ബർപ്പീസ് എന്നൊക്കെ പറയുന്ന വർക്കൗട്ടോട്ട് സാമ്യമുണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഈ മോഡേൺ വർക്കൗട്ടുകളൊക്കെ തന്നെ ഇതിനകത്തു നിന്നൊക്കെ രൂപം പ്രാപിച്ച് വന്നതാണെന്ന് തോന്നുന്നു. അപ്പം ഇതിന് സപ്പാട്ട എന്നാണ് അവർ പറയുന്നത്. വർഷങ്ങളായിട്ട് നമ്മുടെ ഫയൽമാന്മാരൊക്കെ ശരിക്കും അവരുടെ സ്റ്റാമിനയ്ക്കും എൻട്രോണസിനൊക്കെ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വർക്കൗട്ടുകളാണ് ഇതൊക്കെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വർക്കൗട്ട്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇതിന് എണ്ണമൊന്നും നിങ്ങൾ വെക്കണ്ട. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നിടത്തോളം മാക്സിമം നിങ്ങൾ ചെയ്യുക. 2 സെറ്റ് വെച്ച് ചെയ്യുക മാക്സിമം. ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ വളരെ ഗുണകരമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് മൂന്നാമത്തെ വർക്കൗട്ട്. ഇത് മറ്റേത് നമ്മൾ സപ്പോർട്ട് ചെയ്തു. ഇതൊരല്പം കൂടെ വ്യത്യസ്തമാണ്. കാരണം നമ്മൾ ഒന്ന് ജമ്പ് ചെയ്തിട്ടാണ് ഈ വർക്കൗട്ട് ചെയ്യുന്നത്. ശ്രദ്ധിച്ചോളൂ. ഒന്ന് ബാക്ക്, ഒന്ന് ഫ്രണ്ടിലോട്ട് ചാടി. ഓക്കെ, ഇതും നല്ല കിടിലം വർക്കൗട്ടുകളാണ്. അപ്പം ഏതാണ്ട് 5-6ഓളം വർക്കൗട്ടുകളാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ പരിശീലിക്കാവുന്ന വർക്കൗട്ടുകളാണ്. ഇത് നിങ്ങൾക്ക് ആദ്യമൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കിതപ്പും നിങ്ങളുടെ ശരീരത്തിന് വേദനയൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നാലും നിങ്ങൾ റെഗുലറായിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എണ്ണം കൂട്ടിക്കൊണ്ടുവരാം. നിങ്ങൾക്ക് എണ്ണം കൂട്ടിക്കൊണ്ടുവന്നാൽ തന്നെ നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനം ചെയ്യും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങളുടെ സ്റ്റാമിനയൊക്കെ ഇരട്ടിയാവും, ഉറപ്പാണ്. സ്റ്റാമിന, നിങ്ങളുടെ ശരീരത്തിൻ്റെ ബലമൊക്കെ നല്ല രീതിയിൽ കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളൊരു തുടർച്ചയായിട്ടൊന്ന് ചെയ്തു നോക്കൂ ഇത്. ഓക്കെ, നിങ്ങൾക്ക് ഇത് ചെയ്യുന്നതിന് അധികം സ്ഥലമൊന്നും വേണ്ട, കുറച്ച് സ്ഥലം മതി. വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. മണ്ണിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. ഓക്കെ, അപ്പം നമുക്ക് മണ്ണുണ്ടല്ലോ, മണ്ണിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയേറെ ഗുണം ചെയ്യും. കാരണം അവരൊക്കെ ഈ മണ്ണിലാണ് ഈ വർക്കൗട്ടുകളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അടുത്ത വർക്കൗട്ട്. അപ്പോൾ ഇത് നമ്മൾ യാതൊരു എക്യുപ്മെൻസുകളും നമ്മൾ ഉപയോഗിക്കുന്നില്ല ഇതിനകത്ത്.
നമ്മൾ സാധാരണ ഉള്ള പരമ്പരാഗതമായിട്ടുള്ള വർക്കൗട്ട് രീതികളാണ് ഇതെല്ലാം. ഓക്കെ, ഇതിനകത്ത് യാതൊരു എക്യുപ്മെൻറ്റ്സും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പം ഞാൻ ഇനിയുള്ള വീഡിയോകളിലൊക്കെ ഞാൻ ട്രഡീഷണൽ ആയിട്ടുള്ള വർക്കൗട്ടുകളെ കുറിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അതെല്ലാം ജിം വർക്കൗട്ട്, മറ്റുള്ള വർക്കൗട്ടുകളെ കുറിച്ചെല്ലാം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. എൻ്റെ വീഡിയോകളൊക്കെ നിങ്ങൾ ഇതിൽ കണ്ടാൽ മതി. എല്ലാ വർക്കൗട്ടുകളും ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പം ഇപ്പോൾ കുറച്ച് നാളായിട്ട് ജിമ്മിലൊന്നും പോകുന്നില്ല. പക്ഷേ ഈ ജിമ്മിലെ വർക്കൗട്ടെല്ലാം നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള വർക്കൗട്ടുകളൊക്കെ നമ്മൾ അറിയണമല്ലോ. നമ്മളൊക്കെ ഇന്ത്യക്കാരാണ്. അപ്പോൾ നമ്മുടെ ഒരു ഇന്ത്യൻ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കൗട്ട് രീതികളൊക്കെ നമ്മൾ അറിയുന്നത് നല്ലതല്ലേ. ഇതെല്ലാം നമുക്ക് വളരെയേറെ ഗുണകരമായിട്ടുള്ള വർക്കൗട്ടുകളുണ്ട്. അതുകൊണ്ടാണ് ഞാനിതൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. കാരണം നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്ത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നല്ല കിടിലം ഇത് നമുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് നല്ലോണം മസിൽ ബിൽഡിങ്ങിന് പോലും ഉപയോഗിക്കുന്ന വർക്കൗട്ടുകളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഈ അഖാഡയിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്നവരെ ശ്രദ്ധിച്ചാൽ മതി. അവർ നല്ല മസ്കുലറും ആയിരിക്കും. അവർ നല്ല ബോഡി ഷേപ്പൊക്കെ ഉള്ളവർ തന്നെയാണ് അവർ. ഓക്കെ, അവരുടെ സ്ട്രെങ്തൊക്കെ ഭയങ്കര അപാരമായിട്ടുള്ള സ്ട്രെങ്താണ് അവരുടേത്. സ്ട്രെങ്തും അവരുടെ സ്റ്റാമിനയൊക്കെ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഇതാണ് അവരുടേത്. കാരണം അത്രയ്ക്കും പവർഫുള്ളായിട്ടുള്ള ആൾക്കാരാണ് അവർ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത വർക്കൗട്ട്. ഇത് നമ്മളൊന്ന് ജമ്പ് ചെയ്തിട്ടുള്ള ഒരു വർക്കൗട്ടാണിത്. അപ്പോൾ ഈ വർക്കൗട്ടുകളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റ് ഫോമിൽ തന്നെ ചെയ്യണം. ആദ്യമൊക്കെ നിങ്ങൾക്ക് പാടായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് പതുക്കെ ഇതെല്ലാം ചെയ്ത് നിങ്ങൾക്ക് ഒരു ഫോമിലോട്ട് വരാം. ഓക്കെ, അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം. ഓക്കെ, അപ്പം എല്ലാവർക്കും ഓണാശംസകൾ. താങ്ക് യു.